നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് പരാജയപ്പെടുത്തി, അതും ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക്. വെസ്റ്റ് ഹാം യുണൈറ്റഡിന് വേണ്ടി സൗഷിക്കും അതുപോലെ മൗഴപ്പനോസുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ആഴ്സണലിന് നിരവധി അവസരങ്ങളാണ് ലഭിച്ചത്. 30 ഷോട്ടുകൾ അവർ ഉതിർത്തിട്ട് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മത്സരത്തിൽ തിരിച്ചടിയായത്. യഥാർത്ഥത്തിൽ ആഴ്സണൽ കളിയിൽ വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തി, എന്നിട്ടും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനെക്കുറിച്ച് മൈക്കൽ ആർട്ടീറ്റ കളിക്ക് ശേഷം സംസാരിക്കുകയും ചെയ്തു. എന്തായാലും മത്സരത്തിൻ്റെ 13ാമത്തെ മിനിറ്റിലാണ് സൂഷക്കിലൂടെ വെസ്റ്റ് ഹാം യുണൈറ്റഡ് ലീഡെടുക്കുന്നത്. ആ ഗോൾ വളരെ കോൺട്രവേഴ്ഷ്യലായിരുന്നു. അതിനു മുമ്പ് ബോൾ പുറത്തു പോയിരുന്നു എന്നതാണ് വാദം. പക്ഷേ വാർ ഗോൾ റൂൾഡ് ഔട്ട് ചെയ്തില്ല. ഒരിക്കൽ കൂടി ആഴ്സണലിന് വാർ ഒരു തിരിച്ചടിയായി. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് വെസ്റ്റ് ഹാം മുന്നിലാണ്. രണ്ടാം പകുതിയിൽ 55ാമത്തെ മിനിറ്റിലാണ് മൗഴപ്പനോസിൻ്റെ ഗോൾ പിറക്കുന്നത്. 2-0 എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പോഴൊക്കെയും ആഴ്സണൽ നിരന്തരം അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഗോൾ വലയിലേക്ക് എത്തിക്കാൻ മാത്രം അവർക്ക് കഴിയാതെ പോയി. കളിയുടെ അവസാനത്തിൽ വെസ്റ്റ് ഹാമിന് ഒരു പെനാൽറ്റി കൂടി ലഭിച്ചിരുന്നു. എന്നാൽ അത് ഗോളാക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു. ബെൻ റഹ്മക്ക് പന്ത് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ഏകപക്ഷീയമായ 2 ഗോളിൻ്റെ തോൽവിയാണ് ഇപ്പോൾ ആഴ്സണൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. 19 കളികളിൽ 40 പോയിന്റുമായിട്ട് അവരിപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. അത്രയും കളികളിൽ നിന്ന് 42 പോയിൻ്റുള്ള ലിവർപൂളാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത്. കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തതിനെക്കുറിച്ച് മൈക്കൽ ആർട്ടീറ്റ സംസാരിക്കുകയുണ്ടായി. ആർട്ടീറ്റ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തു. വെസ്റ്റ് ഹാം ഞങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു 2 ബോക്സുകളിലും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ ബോക്സിലും ഞങ്ങളുടെ ബോക്സിലും അവർ ഞങ്ങളെക്കാൾ ബെറ്റർ ആയിരുന്നു. നമ്മൾ 30 ഷോട്ട് ഉതിർത്തിട്ട് ഗോൾ അടിക്കുന്നില്ലെങ്കിൽ ദെൻ 50-ഓ 60-ഓ ട്രൈകൾ ചെയ്യുക ഗോൾ അടിക്കാൻ. അതാണ് ഒരേ ഒരു കാര്യം. ദെൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനേക്കാൾ കൂടുതൽ ടച്ചസ് ഞങ്ങൾ ബോക്സിലെടുത്തൊരു മത്സരം, ഇതിനേക്കാൾ ഡൊമിനൻസ് കാണിച്ചൊരു മത്സരം. പക്ഷേ കളി തോറ്റുപോയി. അതാണ് സംഭവിച്ചത്. വലിയൊരു ആധിപത്യം പുലർത്തിയിട്ടും അവർക്ക് ഗോൾ നേടാൻ കഴിഞ്ഞില്ല. 2 ഗോളിൻ്റെ തോൽവി, 3 പോയിന്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഇതിന് തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ അവർ ലിവർപൂളുമായിട്ട് സമനിലയിൽ പിരിയുകയും അവിടെയും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം കിരീടമോഹങ്ങൾക്ക് ഈ ഡ്രോപ്പ് ചെയ്യപ്പെടുന്ന പോയിന്റുകൾ വലിയ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.